നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ധനുവച്ചപുരം എന്ന പ്രദേശത്തിൻ്റെ സ്ഥലനാമലബ്ധിയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ കൊല്ലയിൽ പഞ്ചായത്തിൽ ധനുവച്ചപുരം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. കാർഷിക ഗ്രാമം എന്നതിലുപരി വിദ്യാഭ്യാസ ഗ്രാമം എന്ന നിലയിലാണ് ഈ പ്രദേശത്തിൻ്റെ പ്രസക്തി. സർക്കാർ സ്വകാര്യ മേഖലകളിലായി ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ധനുവച്ചപുരത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ നാന്ദി കുറിക്കുന്നത് ആയിരാജാക്കന്മാരുടെ കാലത്താണ്. ഇന്നത്തെ ഗേൾസ് ഹൈസ്കൂളിന് പിന്നിലായി ഒരു വിദ്യാഭ്യാസശാല അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു. ചാലാംവിളാകം എന്നാണ് ഈ പ്രദേശം ഇപ്പോഴും അറിയപ്പെടുന്നത്. ശാല പ്രവർത്തിച്ചിരുന്നതുകൊണ്ടാകണം ചാലാംവിളാകം എന്ന പേര് സിദ്ധിച്ചത്. ആയിരാജാവിൻ്റെ പ്രശസ്തമായ കാന്തള്ളൂർ ശാലയുടെ കീഴിലുള്ള സാങ്കേതിക സർവകലാശാല പ്രവർത്തിച്ചിരുന്നതും ധനുവച്ചപുരത്താണ്. ഇന്നത്തെ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ശാല പ്രവർത്തിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഈ ശാലയുടെ ദേവനാണ് പലവക്കുളങ്ങര മഹാദേവനെന്ന് വായ്മൊഴി ചരിത്രം. തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം, ശില്പകല, ചിത്രകല, വസ്ത്രനിർമ്മാണം എന്നിവയെല്ലാം ഇവിടെ പഠന വിഷയങ്ങളായിരുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ധനുവച്ചപുരം എന്ന പ്രദേശത്തിന് ഈ പേര് ലഭിച്ചിട്ട് 2 നൂറ്റാണ്ടുകളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പ്രദേശം ഞാറൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വൃക്ഷസംജയെ ആധാരമാക്കി ലഭിച്ച സ്ഥലനാമമാണ് ഞാറൽ. ഇത് ഞാവലിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ്. അടുത്ത കാലം വരെ ധനുവച്ചപുരം ചന്തയെ ഞാറൽ ചന്ത എന്ന് വിളിച്ചിരുന്നു. ധനുവച്ചപുരം എന്ന സ്ഥലനാമത്തെ ഇതിഹാസവുമായി ബന്ധപ്പെടുത്താൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പരശുരാമൻ ധനുസ്സ് വെച്ച സ്ഥലം ധനുവച്ചപുരമായി എന്നായിരുന്നു കഥ. ഇതിനടുത്ത ഗ്രാമം പരശുവയ്ക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാകാം അയൽ ഗ്രാമത്തെ പരശുരാമനുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ ഇടയായത്. ധനുവച്ചപുരം എന്ന സ്ഥലനാമത്തിൻ്റെ ഉൽപ്പത്തി മരപൂജയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മരപൂജ എന്നുകൂടെ പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ അബ്രാഹ്മണർ പിന്തുടർന്നിരുന്ന ഒരു പൂജാ രീതിയാണ് മരപൂജ. വലിയ വണ്ണമുള്ള മരങ്ങൾ നാട്ടി അതിനു മുകളിൽ ഇഷ്ടദൈവങ്ങൾക്ക് പടുക്ക വയ്ക്കുന്ന പൂജാരീതിയാണിത്. തീർത്തും ദ്രാവിഡമായ പൂജാരീതി. തീണ്ടലും തുടക്കും മൃഗശല്യങ്ങളുമൊക്കെ ഒഴിവാക്കി ദേവസ്ഥാനം പരിശുദ്ധമായി സംരക്ഷിക്കാൻ വേണ്ടിയാണ് മരപൂജ എന്ന സമ്പ്രദായത്തെ ആശ്രയിച്ചിരുന്നത്. മാത്രമല്ല, ദൈവങ്ങൾ ആകാശത്ത് ജീവിക്കുന്നവരാണെന്നും അവർക്കുള്ള പൂജ ഉയരങ്ങളിൽ നൽകണമെന്നും അവർ വിശ്വസിച്ചിരുന്നു. 12 അടി വരെ ഉയരമുള്ള മരങ്ങൾ ഇതിനായി ഉപയോഗിച്ചിരുന്നു. പച്ചമുളയിൽ കുതിര കെട്ടി അതിന് മുകളിൽ കയറി നിന്നാണ് പൂജാരി പൂജ അർപ്പിച്ചിരുന്നത്. മരപൂജയ്ക്കായി സ്ഥിരം സംവിധാനമൊരുക്കുമ്പോൾ കടുപ്പമേറിയ വൃക്ഷങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനെ താന്നിമരപൂജ എന്ന് വിളിച്ചിരുന്നു. കൊടിതിക്കും ചിറപ്പിനുമൊക്കെ വേണ്ടി താൽക്കാലികമായി നാട്ടുന്ന മരങ്ങൾ കടുപ്പം കുറഞ്ഞവയാണ്. ഇതിനെ ധനുമര പൂജ എന്നാണ് വിളിച്ചിരുന്നത്. ഉതിരക്കാൽ കെട്ടിയുള്ള ദ്രാവിഡ പൂജയുടെ വലിയ രൂപമാണിത്. അങ്ങനെ മരപൂജയ്ക്കായി ധനുമരം വച്ച സ്ഥലം ധനുവച്ചപുരമായി. പുരത്തിന് പട്ടണമെന്നും ഭവനമെന്നും അർത്ഥമുണ്ട്. മരപൂജ സമ്മാനിച്ച ഒട്ടേറെ സ്ഥലനാമങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വേറെയുമുണ്ട്. മറ്റൊരു സ്ഥലനാമ വിശേഷവുമായി വീണ്ടും കാണാം. നമസ്കാരം.